നമസ്കാരം. കേന്ദ്ര സർക്കാരും കേരള സർക്കാരും കൂടി കേരളത്തിലെ 3.5 കോടി ജനങ്ങളെ ഇങ്ങനെ ചതിക്കുന്നതിന്റെ കഥ എന്തേ ഇവിടുത്തെ മാധ്യമങ്ങൾ പറയാത്തത് എന്ന് ഒരു സംശയമാണ്. കഴിഞ്ഞ 10 വർഷം സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുക്കുന്ന മന്ത്രിസഭ കേരളത്തെ ഭരിച്ചു. ഇപ്പൊ എന്താ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായി കയറി ഒരു സർക്കാരും ഉണ്ടാക്കി ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. വലിയ പ്രതിസന്ധിയുണ്ട്, സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, ജനങ്ങൾക്ക് വിലക്കയറ്റമുണ്ട്, പെട്രോളിന്റെ വില ഇങ്ങനെ വെച്ചടി കയറിക്കൊണ്ടിരിക്കുന്നു. അതിനാനുപാതികമായിട്ട് മറ്റു വിലകളും കൂടുന്നു. പൊള്ളുന്ന വിലയാണ്. നമുക്കൊരു സാധനം വാങ്ങി തിന്നാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഒരു രാജ്യം ഒരു നികുതി എന്ന വലിയ പരസ്യത്തോടെയാണ് കേന്ദ്ര സർക്കാർ GST നടപ്പിലാക്കിയത്. അതോടെ നാട്ടിലെ എല്ലാ കച്ചവടങ്ങളും നികുതികളും ഒക്കെ ഈ GST ലാകുമെന്നും ജനങ്ങൾക്ക് ആശ്വാസമാകുമെന്നും ഒക്കെ എല്ലാവരും കരുതി. അങ്ങനെ പറഞ്ഞു, കരഞ്ഞെല്ലാം എല്ലാം കൺട്രോളിലാകാൻ പോകുന്നു, തോന്നിയതുപോലെ വില കൂടൂല, വില കുറയാൻ പോകുന്നു എന്നൊക്കെയാണ് ഡയലോഗ് അടിച്ചിരുന്നത്. എന്തൊക്കെയായിരുന്നു പറഞ്ഞിരുന്നത്? പക്ഷേ സാധാരണക്കാരൻ ദിവസേന ഉപയോഗിക്കുന്ന പെട്രോളിനും ഡീസലിനും മാത്രം GST വണ്ടി കയറിയില്ല. അതെന്തിനാണെന്ന് പിന്നീട് വരുന്ന വർഷങ്ങളിൽ നമുക്ക് മനസ്സിലാകുകയും ചെയ്തു. ജനങ്ങളെ പിഴിഞ്ഞ് കൊള്ള നികുതി ഈടാക്കാനായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് ഒത്തുകളിക്കണം. അതിനുവേണ്ടിയാണ്. കാരണം ഇവിടെ ജനങ്ങളെന്ന് പറയുന്നത് ഇവർക്ക് വെറും മരപ്പാവുകളും കളിപ്പാവുകളാണ്. അവരുടെ ധൂർത്തിന് അല്ലെങ്കിൽ അവരുടെ കോടികളുടെ വരുമാനത്തിന് വേണ്ടി വെറും പ്രൊഡക്റ്റുകൾ മാത്രമാണ് ഇവിടുത്തെ ജനങ്ങൾ. ആ ഇരട്ടത്താപ്പ് കാരണം ഇന്ന് നാട്ടിലെ തക്കാളി മുതൽ അരിക്ക് വരെ വളരെ വില കൂടുതലാണ്. ജനജീവിതം നരകതുല്യമാക്കുന്ന ഈ സർക്കാർ കൊള്ളയെക്കുറിച്ച് അക്കമിട്ട് ചില കാര്യങ്ങൾ പറയാതിരുന്നാൽ പറ്റില്ല. അതുകൊണ്ടാണ് ഈ വീഡിയോ പരമാവധി നിങ്ങൾ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ എഴുതുകയും ഒക്കെ ചെയ്യാം. പെട്രോളിന്റെയും ഡീസലിന്റെയും ഒക്കെ യഥാർത്ഥ വില, നമ്മൾ കൊടുക്കുന്ന വിലയൊക്കെ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. 1 ലിറ്റർ പെട്രോളിന്റെ യഥാർത്ഥ വിലയും നമ്മളിൽ നിന്ന് ഈടാക്കുന്ന നികുതികളും ഏകദേശ കണക്കിൽ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം. അപ്പോഴാണ് നമ്മുടെ സർക്കാരുകൾ എങ്ങനെയാണ് നമ്മുടെ കൊള്ളയടിക്കുന്നത്. മുമ്പൊരു മന്ത്രി പറഞ്ഞല്ലോ, അന്താരാഷ്ട്ര വിപണിയിൽ കുറയുന്നതിന്റെ ഒരംശമാണ് കൂട്ടിയത് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കളിയാക്കുന്നത് കണ്ടു. എന്തോ ആയിക്കോട്ടെ, അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുറയുന്നതനുസരിച്ച് ഒരു ചെറിയ മാറ്റങ്ങൾ വരാം, അല്ലെങ്കിൽ കൂടുന്നതനുസരിച്ചിട്ട് ചെറിയ മാറ്റങ്ങൾ വരാം എന്ന് കരുതിയിട്ട് കൊള്ള വരാൻ ഒരു സാധ്യതയില്ല. പെട്രോളിന്റെ യഥാർത്ഥ വില, റിഫൈനറി ചെലവ്, കടത്തുകൂലി അടക്കം 50 രൂപ 55 രൂപ ആണ് ഇപ്പോഴത്തെ ഒരു നിരക്ക് വരുന്നത്. കേന്ദ്ര സർക്കാരിന്റെ നികുതി, എക്സൈസ് ഡ്യൂട്ടി, വിവിധ സെസ്സുകളെല്ലാം കൂടി ചേർത്തിട്ട് 20-25 രൂപ പെർ ലിറ്ററിന് അത് വരുന്നുണ്ട്. പെട്രോൾ പമ്പ് ഡീലർമാരുടെ കമ്മീഷൻ 4 രൂപ അത് വേറെ വരുന്നുണ്ട്. സംസ്ഥാന സർക്കാരിന്റെ നികുതിയാണ് ഏറ്റവും കഷ്ടം. അത് വിൽപ്പന നികുതി, വാറ്റ്, അഡീഷണൽ സെസ് എല്ലാം കൂടെ ഒരു 25-30. ഇങ്ങനെ ഏകദേശം 100 രൂപ 105 രൂപ നമ്മൾ പോക്കറ്റിൽ നിന്ന് കൊടുക്കുന്നുണ്ട് 1 ലിറ്റർ പെട്രോളിന്. ചുരുക്കത്തിൽ 55 രൂപ വിലയുള്ള സാധനത്തിന് നമ്മൾ ഇരട്ടിയിലധികം കാശ് കൊടുക്കുന്നുണ്ട്. ഇതിനെ കൊള്ള എന്നല്ലാതെ പിന്നെന്താ വിളിക്കേണ്ടത്? കേന്ദ്ര സർക്കാരിന്റെ കള്ളക്കളി നോക്കൂ. GSTയിൽ പരമാവധി നികുതി 28%. പെട്രോളും ഡീസലും GSTയിൽ കൊണ്ടുവന്നാൽ പോലും പരമാവധി നികുതിയായിട്ടുള്ള 28% ഏർപ്പെടുത്തിയാൽ പോലും ലിറ്ററിന് 70 രൂപ 75 രൂപ, അതിൽ കൂടൂല. ഇപ്പോഴത്തെ അവസ്ഥയെ പറഞ്ഞത് ഏറ്റവും വില കൂടി നിൽക്കുകയാണ്. ഈ സമയത്ത് പെട്രോളും ഡീസലും അതിന്റെ നികുതി നിരക്ക് GSTയിലേക്ക് കൊണ്ടുവന്നാൽ പരമാവധി 70 രൂപ 75 രൂപയ്ക്ക് നമുക്ക് ലിറ്ററിൽ കിട്ടും. ബാക്കി മുഴുവൻ നമ്മൾ എണ്ണ അടിക്കുന്ന ബാക്കി തുക മുഴുവൻ സർക്കാർ നമ്മളെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ ഈ ഇന്ധനങ്ങളെ GSTക്ക് പുറത്തു നിർത്തിയേക്കുന്നത്, വേറൊന്നുമല്ല. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ജനങ്ങളെ വീണ്ടും കളിയാക്കാൻ വീണ്ടും ഒരു കൊള്ള. കേന്ദ്രത്തിന്റെ കേരളത്തിന്റെ സെസ് കളി. സാധാരണ നികുതിയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പങ്ക് സംസ്ഥാനങ്ങൾക്ക് കൃത്യമായിട്ട് വീതിച്ചു നൽകണം. എന്നാൽ സെസ്, സർചാർജ് എന്നൊക്കെ പേരിട്ടിട്ട് പിരിച്ചു കഴിഞ്ഞാൽ അത് കേന്ദ്രത്തിലേക്ക് ഒറ്റയടിക്ക് അങ്ങ് പോവാം. കേന്ദ്ര സർക്കാരിന് പോക്കറ്റിലിടാം, സംസ്ഥാന സർക്കാരിന് കിട്ടൂല. അതുകൊണ്ട് നികുതി ഇനത്തിൽ കുറയ്ക്കുന്നതിന് നല്ലൊരു ശതമാനം ആ സെസ്, ഈ സെസ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ചാർജ്, ആ ചാർജ്, ഈ ചാർജ് എന്ന് പറഞ്ഞിട്ട് പിടിച്ചിരിക്കുന്നുണ്ട്. കേരളത്തിലും അങ്ങനെ ഒരു പരിപാടി ഉണ്ട്, അറിയാലോ. 2 ദിവസം മുമ്പ് ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു KSEBയെ കുറിച്ച്. ഇതേ കാര്യം തന്നെയാണ് ഈ KSEB ഇങ്ങനെ ജനങ്ങൾ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവരൊക്കെ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടി മാത്രമാണ് ഊർജ്ജ മേഖല എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സംസ്ഥാന സർക്കാരും. ആ ചാർജ്, ഈ ചാർജ്, സെസ് നമുക്കറിയാമല്ലോ. ഇവിടെ 2 രൂപ വെച്ച് പിരിച്ചുകൊണ്ടിരുന്നത് ഇവിടുത്തെ എന്തൊക്കെയോ മല മറിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. ആ പണം കാണാനില്ല. നമ്മൾ വെറുതെ ഈ കേന്ദ്രത്തെ മാത്രം ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ജനങ്ങളെ കൊള്ളയടിക്കുന്നതിൽ സംസ്ഥാന സർക്കാരുകളും ഒട്ടും പിറകിലൊന്നുമല്ല. ഇപ്പൊ കേന്ദ്ര നികുതി കൂട്ടുമ്പോൾ അതിനനുസരിച്ച് സംസ്ഥാനങ്ങൾ പിടിക്കുന്ന ആ വിൽപ്പന നികുതി, വാറ്റ്, അത് തനിയെ കൂടും. കാരണം സംസ്ഥാനങ്ങൾ ശതമാന കണക്കിലാണ് നികുതി ഈടാക്കുന്നത്. അതിന് പുറമെയാണ് ഓരോ ബഡ്ജറ്റിലും സാമൂഹ്യ സുരക്ഷാ സെസ് എന്ന് പറഞ്ഞുകൊണ്ട് ലിറ്ററിന് 2 രൂപ 3 രൂപ ഇങ്ങനെ ഓരോ സംസ്ഥാനങ്ങൾ ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പെട്രോളിന്റെയും ഡീസലിന്റെയും വില കൂടുമ്പോൾ കാറുള്ളവനും ബൈക്കുള്ളവനും മാത്രമല്ല ബുദ്ധിമുട്ടുന്നത്. ഇന്ത്യയിലെ ഭൂരിഭാഗം സ്ഥാപനങ്ങളിൽ ലോറികളിലാണ് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് സാധനങ്ങൾ കൊണ്ടുപോകുന്നത്. ഡീസൽ വില കൂടുമ്പോൾ വണ്ടിക്കൂലി കൂടും.
വണ്ടിക്കൂലി കൂടുമ്പോൾ വിപണിയിൽ അരി, പച്ചക്കറി, മരുന്ന്, മറ്റ് നിർമ്മാണ സാമഗ്രികൾ എല്ലാത്തിനും വില കൂടും. ചുരുക്കം പറഞ്ഞാൽ ഇങ്ങനെ പെട്രോൾ വാങ്ങുന്നവർ മാത്രമല്ല, സ്വന്തമായി വണ്ടിയില്ലാത്ത പാവപ്പെട്ടവന്റെ പോക്കറ്റിൽ നിന്നാണ് ഈ വിലക്കയറ്റത്തിലൂടെ സർക്കാർ ഇങ്ങനെ പരോക്ഷമായി പണം ഊറ്റിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. കോർപ്പറേറ്റുകൾക്ക് കോടികളുടെ നികുതി ഇളവ് നൽകുന്ന സർക്കാരാണ് പാവപ്പെട്ടവന്റെ ഇന്ധനത്തിന്മേൽ ഇങ്ങനെ നികുതി, കൊള്ള ഇതൊക്കെ ചുമത്തിക്കൊണ്ട് ഇങ്ങനെ കൊള്ളയടിച്ചുകൊണ്ടിരിക്കണേ. ഒരേ ഇന്ത്യ, ഒരേ നികുതി. ഇത് പ്രസംഗിച്ചവർ ഈ ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണം. പെട്രോളിനും ഡീസലും അടിയന്തരമായിട്ട് GST ഉൾപ്പെടുത്തിയിട്ട് ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കുകയാണ് ഏത് സർക്കാരും ചെയ്യേണ്ടത്. ഈ കൊള്ള അവസാനിപ്പിച്ചേ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, നിങ്ങൾ സ്വയം സമ്മതിക്കണം, ഞങ്ങൾ ജനങ്ങളെ കൊള്ളയടിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വോട്ട് വാങ്ങി അധികാരത്തിൽ ഏറിയിരിക്കുന്നത്. ഇവിടെ നടപ്പിലാക്കുന്ന നിയമങ്ങൾ സാധാരണക്കാർക്ക് ഒരു നിയമമാണ്, പണച്ചാക്കുകൾക്കും കോർപ്പറേറ്റുകൾക്കും വേറൊരു നിയമമാണ്. നിങ്ങൾ എന്ത് നമ്മളെ അടിയാളന്മാരായിട്ട് ഇങ്ങനെ കിടക്കണം? ഞങ്ങളെ ചവിട്ടും കുത്തും ഒക്കെ കൊണ്ട് കിടക്കാൻ മാത്രമാണ് നിങ്ങളുടെ വിധി. നിങ്ങൾക്ക് സംസാരിക്കാനുള്ള വോയിസ് ഇല്ല. നിങ്ങളുടെ വോയിസ് എന്ന് പറഞ്ഞാൽ ആകെ 5 കൊല്ലം കൂടുമ്പോൾ നമ്മൾ ബാലറ്റ് പേപ്പർ മുന്നിട്ട് കൊണ്ടുവന്ന് വെച്ച് തരും, അല്ലെങ്കിൽ ആ പെട്ടി കൊണ്ട് മുന്നിൽ വെച്ചിട്ടുണ്ടാവും. എവിടെ കുത്തണമെന്ന് ഞങ്ങൾ പറയും. അത് കുത്തുക എന്നത് മാത്രമാണ് നിങ്ങളുടെ പണി. മറ്റൊന്നും ഇങ്ങോട്ട് പറയണ്ട. നിങ്ങൾ അധ്വാനിക്കുന്ന പണം ഞങ്ങൾ കൊള്ളയടിക്കും, ഞങ്ങൾ പിടിച്ചു പറിക്കും, അതൊക്കെ സഹിച്ചോളണം. ഇങ്ങനെ നിങ്ങൾ തുറന്നങ്ങ് പറഞ്ഞാൽ മതി. എന്നാൽ പിന്നെ ഒരു കുഴപ്പമില്ല. Different angles. Don't forget to subscribe and support this channel.